ഹായ് ഹലോ, ഞങ്ങൾ പെരുമ്പളത്താണേ. വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അതുകൊണ്ട് ഉത്സവത്തിന് വന്നാണേ. എന്നാൽ പിന്നെ പെരുമ്പളത്ത് നിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഐവിൻകുട്ടനും ബാനൂട്ടിയും എഴുന്നേറ്റ് പല്ലേക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മുറ്റത്ത് കിടന്ന് പല്ലേക്കാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പല്ല് തേക്കാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ട് രണ്ടും കൂടി നോക്കി നിൽക്കുന്നത് എന്താന്ന് കണ്ടോ. ഇത് വീട്ടിലെ കുളമാണ് കേട്ടോ. ഈ കുളത്തിലെ വെള്ളമൊക്കെ പറ്റിയേ. നേരത്തെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ ഐവിൻകുട്ടനും ബാനൂട്ടിയും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതിലാണെങ്കിൽ നിറയെ മീനുകളും ഉണ്ടായിരുന്നു. മീനുകളെ കാണാൻ നോക്കി നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാലേ നമ്മുടെ കണ്ണെങ്ങാൻ തിരിയുമ്പോഴായിരിക്കും ചിലപ്പോൾ രണ്ടും കൂടി വന്ന് ഈ കുളക്കടവിൽ നിൽക്കണേ. അതുകൊണ്ട് ഞാനൊരു പരിപാടി ഒപ്പിച്ചു. എന്നാന്നറിയോ, ഈ കുളത്തിൽ ചീങ്കണ്ണി ഉണ്ടെന്ന് പറഞ്ഞു. അച്ചായിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഐവിൻകുട്ടൻ ശരിക്കും അത് വിശ്വസിച്ചു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇപ്പം പെരുമ്പളത്ത് പോകണമെന്ന് പറയുമ്പോഴും അവന് പേടിയാണ് കേട്ടോ. ചീങ്കണ്ണി ഉണ്ടെന്നാണ് പറയണേ. ഇപ്പം ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ ബാനൂട്ടി ആണെങ്കിലോ വീണ്ടും പറഞ്ഞു പേടിപ്പിച്ചു. ആ മണ്ണിൻ്റെ ഇടയിൽ പൂണ്ടിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഉണ്ടോയെന്നറിയാൻ കല്ലൊക്കെ എറിഞ്ഞ് നോക്കുന്നതാണേ. ദാ ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം. അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടേ. അമ്പലത്തിലെ വായനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിലോ വന്നിട്ട് അമ്പലത്തിലേക്കൊന്നും പോയില്ല. നേരം കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇനി എന്തായാലും വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം കാവടിയൊക്കെ ഉണ്ട്. വീട്ടിലാണെങ്കിലോ നിറച്ച് പൂക്കളുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അടീനിയാണ് ഇത്, റെഡ് കളറിലത്. അത് നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ചെറിയ മഴയൊന്നും അതിന് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ബൊഗൈൻവില്ല എല്ലാം പോയി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിറച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ഉണങ്ങി കമ്പ് മാത്രമേ ഉള്ളൂ. അതിന് പിന്നെ ഒട്ടും മഴ പറ്റില്ലല്ലോ. പക്ഷേ ഇത് നന്നായിട്ട് നിൽപ്പുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടോ ഇതിൻ്റെ ഒരു തൈ എനിക്കും തന്നു വിടണം കേട്ടോ. ഒരെണ്ണം കൊണ്ടുപോയി വെച്ച് നോക്കാം, കിളുക്കോ ഇല്ലോ എന്ന് അറിയണമല്ലോ. വീട്ടിൽ കല്യാണം പ്രമാണിച്ച് മിറ്റമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. 2-3 പേരെ പണിക്കാരെ നിർത്തി ചെയ്യിച്ചതായിരുന്നു കേട്ടോ. ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിലേ പന്തലിടാൻ നേരത്ത് പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ പുറയിലത്തെ ഭാഗമാണ് കേട്ടോ, അതായത് പടിഞ്ഞാറ് വശം. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി പന്തലൊക്കെ ഇട്ട് വരുമ്പോൾ ഒത്തിരി സ്പേസ് ഉള്ള പോലെയൊക്കെ തോന്നും. അങ്ങനെ രണ്ടുപേരും പല്ലൊക്കെ തേച്ച് അകത്ത് കയറ്റി കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാപ്പി കുടിക്കാൻ പറഞ്ഞപ്പോൾ ഐവിൻകുട്ടൻ അപ്പം മതി, ബാനൂട്ടിക്ക് പുട്ടും മതി. അമ്മ വേഗം രണ്ടും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഐവിൻകുട്ടൻ അപ്പം 2 എടുത്തിട്ട് ഒരെണ്ണം കഴിച്ച് പിന്നെ കുറച്ചുകൂടി കഴിച്ചിട്ട് പിന്നെ മതിയെന്നും പറഞ്ഞ് അങ്ങനെ ഇരിപ്പണ്ടേ. ബാനൂട്ടിനെ ഞാൻ വഴക്കിട്ടപ്പോൾ അവൾ വേഗം വാരി തിന്നേട്ടോ. അവർക്കൊക്കെ കൊടുത്ത് കുളിച്ച് വന്ന് ഞാനും കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് പുട്ടും പഴമാണ്. പഴം വീട്ടിൽ തന്നെ കൊലച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഐവിൻകുട്ടനും ബാനൂട്ടിയും കയറി ഇറങ്ങി പഴം കഴിച്ചുകൊണ്ട് അടക്കിയിരുന്നേ. അല്ലെങ്കിലും ഐവിൻകുട്ടന് ചെറുപഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാനൂട്ടിക്ക് അത്ര ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇതെന്ത് പറ്റിയെന്നറിയില്ല, പുള്ളിയും കാര്യമായിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. മീൻകാരൻ വന്നപ്പോൾ കടലിലെ കറുപ്പാണ് കേട്ടോ കിട്ടിയത്. അത് വേഗം അമ്മ റെഡിയാക്കി എടുത്തേ. സത്യം പറഞ്ഞാൽ നല്ല രുചിയുള്ള മീനാണ് കേട്ടോ. എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്. നല്ല ദശയൊക്കെയുള്ള മീനാണ്. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കൊള്ളില്ലാന്ന്, പക്ഷേ എനിക്കിഷ്ടമാണേ. എന്തായാലും മേടിച്ചു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് ചോദിച്ചു നോക്കിയിട്ട് ഒന്നുമില്ലായിരുന്നു. ആ കിട്ടിയതാകട്ടെ എന്ന് വിചാരിച്ചു. വീടിൻ്റെ അടുക്കള വശത്ത് നിന്നാൽ അമ്പലത്തിലെ എല്ലാ പരിപാടികളും കാണാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കല്യാണക്കത്തൊക്കെ മടക്കി വെക്കാൻ തുടങ്ങിയേ. കല്യാണം വിളി തുടങ്ങുവാണ് കേട്ടോ. മെയ് 1 കല്യാണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് തന്നെ കല്യാണം വിളി തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. ആ പരിപാടി കഴിഞ്ഞാൽ വലിയൊരു ജോലി കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയതാണ്. ഇന്ന് ഉച്ചയോടെയാണ് കേട്ടോ ഞാൻ ഈ പരിപാടി തീർത്തത്. കുറേ നേരം പിടിച്ചിട്ടോ ഇത് മടക്കി കവറിലാക്കാൻ വേണ്ടിയിട്ട്. ഐവിൻകുട്ടനും ബാനൂട്ടിയും എന്നെ കാര്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഐവിൻകുട്ടന് അധികം കൂടെ കൂട്ടിയില്ല. അവനിത് മുഴുവൻ അഴുക്കാക്കും. വൈറ്റ് കളറായതുകൊണ്ടേ അവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വന്ന് പിടിക്കുമല്ലോ. അതുകൊണ്ട് അവനധികം കൂട്ടിയില്ല. പിന്നെ ഉച്ചക്ക് അമ്പലത്തിൽ നിന്നാണ് ചോറ് കഴിച്ചത്. അമ്പലത്തിൽ പോയില്ല. അമ്പലത്തിൽ നിന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഐവിൻകുട്ടൻ അല്ലെങ്കിലും അമ്പലങ്ങളിലെ ചോറൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇതിന് ഇച്ചിരി എരിവുണ്ടായിരുന്നു. ആ ഒരു ഇത് പറഞ്ഞു, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പുള്ളി അത് കഴിച്ചു. പായസം ഉണ്ടായത് നല്ല സൂപ്പർ പായസമായിരുന്നു. ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. എനിക്ക് ഈ ചോറിനേക്കാളും കറിയേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ആ പായസമാണ്. ബാനൂട്ടിയും കഴിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ എരിവുണ്ടെന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നറിയോ, ആ പായസം ഒന്ന് എടുത്ത് കഴിക്കുവേ. എന്നിട്ട് വീണ്ടും ചോറ് ഒഴിക്കും. അങ്ങനെയാണ് കേട്ടോ പുള്ളി എരിവ് ബാലൻസ് ചെയ്തത്. എന്തായാലും കഴിച്ചേ. ഐവിൻകുട്ടൻ കുറച്ചേ കഴിച്ചുള്ളൂ. അവൻ ആ പായസം കണ്ടുപോയതാ പ്രശ്നമായത്. പായസം കണ്ടപ്പോൾ പിന്നെ ചോറ് ഇച്ചിരി മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നതുണ്ടോ. കാവടി വരാറായേ. കാവടി കാണാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ബാനൂട്ടിനെ റെഡിയാക്കിയതാണ്. അന്നാരാണെങ്കിലോ പുള്ളി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ദൈവം എന്നെ വരവ് കണ്ട ഉറക്കപ്പിച്ചിൽ. വെക്കേഷൻ ആണെങ്കിലും 2 പേരും കിടന്ന് ഉറങ്ങില്ല കേട്ടോ. കൂടുതൽ സമയം രാവിലെ അവർ എഴുന്നേക്കുന്ന ആ ഒരു സമയത്ത് 2 പേരും തനിയെ എഴുന്നേറ്റ് പോരും. വിളിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ പറയാൻ വേണ്ട, കൃത്യം 7 മണിയാകുമ്പോൾ ഇവിടെ വെടി പൊട്ടു കേട്ടോ. അന്നേരം 2 പേരും ചാടി എണീക്കും. അത് 1-2 ഒന്നുമല്ല, ഒറ്റ ട്രിപ്പിന് ഒരു 5-8 ഗുണ്ട അങ്ങ് പൊട്ടിക്കുന്നത്. അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല.
രണ്ടുപേർക്കും കിടന്നുറങ്ങാം. ഇത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തേ. ബാനൂട്ടിക്കും ഐവിൻകുട്ടനും ഭയങ്കര ഇഷ്ടമായി. സാധാരണ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ട് പ്രത്യേക രീതിയിലാണ് അമ്മ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടില്ല, അല്ലായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തതിന് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ സന്ധ്യാകാറായപ്പോഴേക്കും കാവടി വരാറായി. ഞങ്ങൾ വീടിൻ്റെ വാതിക്ക് ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ പോയി കുറേ സമയം നിന്നിട്ടോ. പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിച്ച് നടപ്പുണ്ടായിരുന്നേ. കാവടി വരുന്നതിന് മുമ്പ് ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ, കുറച്ച് കിഴക്കോറയാണ്, അവിടെ നിന്നാണ് കേട്ടോ കാവടി വരുന്നത്. അങ്ങോട്ട് എല്ലാവരും കൂടി പോയി അങ്ങനെ കാവടിയായിട്ട് ഒരുമിച്ചിങ്ങ് പോരും. ഇവിടെ വഴിപാട് കാവടി ഉണ്ട് കേട്ടോ, അത് കൊച്ചു കുട്ടികളുടെ കുഞ്ഞു കാവടിയാണ്. അതെടുത്തുകൊണ്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ടോ, അതോരോ വഴിപാടുകൾ നേർന്നിട്ടുള്ളവർ ചെയ്യുന്നതാണ് കേട്ടോ. ഈ കാവടി ആദ്യം പോവേ, അത് കഴിഞ്ഞാണ് കേട്ടോ ആട്ടക്കാവടി വരുന്നത്. സാധാരണ ഓരോ കലാരൂപങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ആട്ടക്കാവടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ചെണ്ടമേളമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറേ സമയം അവർ കൊട്ടിയായിരുന്നേ. 2-3 ദിവസമായിട്ടാണെങ്കിലോ എന്നും വൈകുന്നേരം നല്ല ഇടിയും മഴയാണ് കേട്ടോ. ഇന്നലെയും നല്ല മഴയായിരുന്നേ. അപ്പം തന്നെ ഞങ്ങൾ പേടിച്ചു, അയ്യോ ഈ കാവടിക്ക് മഴയാണെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം എല്ലാവരും നനയും, പിന്നെ ഈ കാവടി ആടലൊന്നും നടക്കില്ലല്ലോ, എല്ലാം കൊളാകുമെന്നൊക്കെ വിചാരിച്ച. പക്ഷെ ഭാഗ്യത്തിനുണ്ടല്ലോ ഈ കാവടി വന്ന സമയത്ത് ഒട്ടും മഴ പെയ്തില്ല കേട്ടോ. അന്ന് ഈ സമയത്ത് അന്ന് മഴ പെയ്തേയില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കും കേട്ടോ. പണ്ടൊക്കെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്തോഷമായിരുന്നെന്നറിയാമോ. ഉത്സവത്തിന് കൊടി കയറുമ്പോൾ ഈ പന്തലൊക്കെ ഇടില്ലേ കൊടി കയറാനൊക്കെ ആയിട്ട്, അതിന് മുമ്പ് തന്നെ അപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടോ. 4-5 ദിവസത്തേക്ക് ഇനി അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിക്കും. ഓരോ ദിവസം അമ്പലത്തിൽ പോക്കും വരവും എന്ത് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഉത്സവമാണോ ആണോ ഏതാ ഡേറ്റ് അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പം അതൊരു വലിയ വികാരമായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അതല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. സ്വന്തം വീട്ടിലെ പിന്നെയുള്ള പരിപാടികളൊക്കെ ജസ്റ്റ് ഒരു ഗസ്റ്റിനെ പോലെ വന്ന് കൂടിയിട്ട് പോവുക, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ചെന്നെടുത്താണ് പിന്നെ നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴേ ഐവിൻകുട്ടൻ്റെയും ബാനൂട്ടിയുടെ അടുക്കെ ചിറ്റപ്പനും കൊച്ചനും കൂടി വന്നു കേട്ടോ. എന്നിട്ട് ചിറ്റപ്പൻ ചോദിച്ചേ എന്നാ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി ചിരിച്ചു കൂടെ പോയേ, എന്തെങ്കിലും മേടിച്ച് തരുമെന്ന് അവർക്കറിയാം, അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ ആര് വിളിച്ചാലും രണ്ടുപേരും പോകുകയല്ലാത്തതാണ് കേട്ടോ. ഇന്ന് വലിയ കാര്യമായിട്ട് പോയി. പിന്നെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി കേട്ടോ, അത് നമ്മുടെ ആരൊക്കെയോ ആണെന്ന് അവർക്കറിയാവേ. കൃത്യമായിട്ട് ആരാണെന്നറിയില്ലെങ്കിലും അങ്ങനെ ആരോ ആണെന്നറിയുന്ന ഒരു ഉറപ്പിലാണ് കേട്ടോ പോയത്, അല്ലെങ്കിൽ പോകുന്നില്ല. എന്നിട്ട് ഇതേല്ലേ ഒരു ബൈനോക്കുലറും പിന്നെ ബാനൂട്ടി ഒരു ചെറിയ ക്ലൈംബോ എന്തോ ഒരു സാധനം, അതിൻ്റെ പേരെനിക്കറിയില്ല, ഈ ക്ലേ പോലത്തെ ഒരു സംഭവം, അങ്ങനെ അതും മേടിച്ചു. പിന്നെ ഞാനും അമ്പലത്തിലേക്ക് പോയി കേട്ടോ. വീടിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ, ആ വഴിയാണ് കേട്ടോ അകത്തേക്ക് കയറിയത്. അങ്ങനെ പോയി അവിടെയൊക്കെ നിന്ന് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു, പറ നിറക്കാനൊക്കെ ആയിട്ട് ആളുകളുണ്ടായിരുന്നു. അമ്പലത്തിൽ ആന ഉണ്ടായിരുന്നില്ല കേട്ടോ, പകരം തേരായിരുന്നേ. ഇത്തവണ തേരായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ആന ഉണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും ആന ഇല്ലാത്തൊരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. തേര് കണ്ടോ എന്ത് ഭംഗിയുണ്ട്, ഭഗവാനെ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഈ ജീവനുള്ള ആനേനെയൊക്കെ ദ്രോഹിക്കുന്നതിലും എത്രയോ നല്ലതാണല്ലേ ഇതുപോലത്തെ തേരിലൊക്കെ എഴുന്നള്ളിക്കുന്നത്, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇതിൻ്റെ വീഡിയോ ബാനൂട്ടിയാണ് കേട്ടോ പോയെടുത്തത്. ഞാൻ പോയെടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് എൻ്റെ നിന്ന് മൊബൈലും കൊണ്ട് പോയതാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എടുത്ത് കിട്ടിട്ടോ. ഈ സാധനം കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടങ്ങളിൽ പറയുന്ന പേരെന്താണെന്നറിയോ? പഞ്ചാരപ്പഴം എന്ന്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത്? പഞ്ചാരയുടെ മധുരമാണെന്നാണ് കേട്ടോ പറയുന്നത്. ഈ അമ്പലപ്പറമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും ഈ മരത്തിലാണ് കേട്ടോ ഇതിൻ്റെ പച്ച തന്നെ പറിച്ച് എല്ലാവരും കഴിക്കുവേ. ബാനൂട്ടിക്ക് ഒരെണ്ണം ചെറിയതായിട്ടൊന്ന് പഴുത്തത് കിട്ടിയിട്ടോ. പിന്നെ ഐവിൻകുട്ടന് വേണ്ടി നോക്കി നടക്കുന്നതാണേ. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതിൻ്റെ ടേസ്റ്റ്? ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, പേരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്കും ചെയ്യണം. അപ്പോൾ പിന്നെ കാണാം.